നടൻ കൃഷ്ണകുമാർ നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. വീട്ട് നോക്കുമ്പോൾ കച്ചവടം നടന്നിരിക്കുന്നു, പിന്നിട്ടും പൈസ വന്നിട്ടില്ല. ഇങ്ങനത്തെ വിഷയം വന്നതാണ്. പിന്നെ ഓഡിറ്റർ പറഞ്ഞു ഇതിലൊരു വേരിയേഷൻ ഉണ്ട്. അവിടെ നിന്നാണ് ഈ പിടുത്തം വീണ് തുടങ്ങുന്നത്. നിങ്ങളിത് പിടിച്ച ശേഷം തന്നെ അവരോട് ചോദിച്ചിരുന്നു എത്ര രൂപയുടെ ഷോർട്ടേജ് ഉണ്ട്, എന്താണ് ചെയ്യുന്നത്? പിന്നെ ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചോദിക്കുന്നു. അവർ സമ്മതിച്ചു, കംപ്ലീറ്റ് സമ്മതിച്ചു. അങ്ങനെയാണ് ഇവർ 8,82,000-3,000 രൂപ ഒരു 3 മണിക്കൂറിനകം പോയി എടുത്തോണ്ട് വന്നു. ഇപ്പം ഇവരുടെ പൈസ ഇരിപ്പുണ്ട്. ഈ കുട്ടികൾക്ക് എവിടെ നിന്നാണ് ഇത്രയും പൈസ കിട്ടുന്നത്? അവർ വേണേൽ പറയും സ്വർണ്ണം പണയം വെച്ച് മറ്റേന്നൊക്കെ പറയുമായിരിക്കും. എങ്ങനെയാലും ഈ സ്വർണ്ണം എവിടെ തോന്നും? കാരണം രേഖകളിലുണ്ട് ഈ കുട്ടികൾ സ്വർണ്ണം വാങ്ങിച്ചിരിക്കുന്ന റീഗൽ ജുവലേഴ്സ് ഒരു കടയുടെ ഡീറ്റെയിലും നമുക്ക് കിട്ടി. നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന സ്റ്റാഫുകൾ തന്നെയാണ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ. ഒരു കുട്ടി തന്നെയാണ് ഈ കുട്ടിയെ തുടർന്ന്, അതായത് ആദ്യം ഇതിനകത്ത് ഒരു കുട്ടി വർക്ക് ചെയ്തു. ആ കുട്ടി ഈ ബിസിനസ് നന്നായപ്പോഴത്തേക്ക് ആ കുട്ടി ചേച്ചി എൻ്റെ 2 ബന്ധുക്കളുണ്ട്, ഇവളല്ലേ ഇവളൊരു കൊണ്ടുവന്നോ എന്ന് പറഞ്ഞു. കാരണം അമ്മായി ഇവളെ കളയതാ, ഇവളിവരെ ഭയങ്കര സ്വന്തം ആൾക്കാരെ പോലെ കൊണ്ടു നടന്നു. കൗണ്ടർ കേസാണെന്ന് അല്ല, പരാതി എന്ന് വെച്ചാൽ പരാതി നമ്മൾ കൊടുക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ അടുത്ത് ചോദിച്ചു തെളിവുകൾ വേണം. നമ്മൾ എല്ലാ തെളിവുകളും കൊടുത്തിരിക്കുന്നു. ഈ തെളിവ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തെളിവ് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, നിങ്ങളത് കാണണം, ഇത് കേൾക്കുന്നവരും കാണണം. സർവത്ര വീഡിയോ നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് തരാം. തിരിച്ച് ഞാൻ വേറൊരു കാര്യം പറയുന്നു, ഇവരൊരു വീഡിയോ അയച്ചു തരട്ടെ. ഇവരെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്ത് എവിടെ നിന്നും കയറ്റുന്നതോ അല്ലെങ്കിൽ കാറിൽ നിന്ന് ഇറക്കി കെട്ടിക്കൊണ്ടിരുന്നതോ അല്ലെങ്കിൽ കെട്ടിയിട്ട് ഇടിക്കുന്നതോ എന്തെങ്കിലും ഒരു സാധനം വീഡിയോ ഇവർ ഇറക്കട്ടെ. കാരണം ഇല്ലാത്ത കാര്യം എങ്ങനെ കൊണ്ടുവരും? വൈകലുണ്ടായി എന്നുള്ളത് പറയുന്നുണ്ട്. എന്ത് വൈകലുണ്ടായി? നമ്മൾ ആദ്യം പരാതി കൊടുത്തിട്ടും ഇല്ല. നമ്മൾ വൈകാത്തതിന് കൺഷൻ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ, ഈ 3 പെൺകുട്ടികൾ എൻ്റെ വലിയ മക്കളെക്കാൾ എളുപ്പമാണ് ഇവർ. മാത്രമല്ല കല്യാണം കഴിച്ച് കുടുംബമായിട്ട് പോകുന്നവർ. നമ്മൾ പരാതിക്ക് പോയില്ല, കാരണം ഇവർ സമ്മതിച്ചു പൈസ തരാമെന്ന് പറയുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വേറെ ലെവലിലോട്ട് ഇവർ കൊണ്ടുപോകണം, നമുക്ക് നാളെ അപകടമാവും പരാതി കൊടുത്തില്ല. അങ്ങനെ ഭയങ്കര തട്ടിക്കളയുന്നൊന്നുമല്ല. രാത്രി വിളിക്കും. ഈ ഒന്നാമത് അസമയങ്ങളിൽ കോൾ വരിക, വന്നു കഴിഞ്ഞിട്ട് ഭാഷകൾ മാറും. നീ മറ്റേ പരാതി കൊടുത്താലുണ്ടല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതില് അവർ ഫോണ് നമുക്ക് വിശ്വസിക്കാൻ വെച്ചാൽ ഇവരുടെ ഫോണിൽ നിന്ന് വരുന്നു. പക്ഷെ അതിൽ ശബ്ദമെല്ലാം കേട്ടിടത്തോളം ഇതിലൊരു കുട്ടിയുടെ ഭർത്താവുണ്ട്, ആദർശ്, അവനാണ് ഈ വിളിച്ചിരിക്കുന്നത്. ഫോൺ നമ്പറൊക്കെ നമ്മുടെ ഇരിക്കുക. അപ്പം നമ്മളിത് ഇവരായിരിക്കാനേ വിശ്വാസം. പിന്നെ ഇതിനിടയ്ക്ക് അന്ന് ഞങ്ങൾ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇവരുടെ കൂടെ ഒരാൾ വന്നു. അത് എനിക്ക് പേരറിയില്ല, ശ്രീവരാഗത്തുള്ളൊരു നേതാവാണെന്നൊക്കെ പറയുന്നു. എന്തോ ഗജം മനോജ് എന്നൊക്കെ അവിടെ അന്വേഷിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞു. അപ്പോൾ ആ പുള്ളിയൊക്കെയാണ് അവിടെ ഇരുന്ന് ഇവർക്ക് വേണ്ടി വരുന്നത്. അത് ഏത് പാർട്ടിയുടെ ആണെന്ന് പോലും എനിക്കറിയത്തില്ല. ഈ പോലീസിന്റെ സമീപനം എങ്ങനെയാണ്? പരാതി കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഈ പരാതി എടുക്കുന്നത് ഇവർ എല്ലായിടത്തും നമുക്ക് പോലീസുമായിട്ട് ഞാൻ പോകുമ്പോൾ എല്ലാവരും നല്ല സ്നേഹത്തിൽ പെരുമാറും. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് മ്യൂസിയം CIയുടെ വളരെ മോശമായൊരു പെരുമാറ്റം. ചെന്ന ദിവസം തൊട്ട് നമ്മൾ പറയുന്നത് കേൾക്കുന്ന പോലില്ല. അല്ല, AC ഒക്കെ ആദ്യം ഏറ്റവും നല്ല രീതിയിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനല്ല, അവരൊക്കെ അതിൻ്റെതായ രീതിയിൽ പെരുമാറുന്നതും സംസാരിക്കുന്നതും. ഇന്നും ഇത് കഴിഞ്ഞും പലരും എന്നെ വിളിച്ചു എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. അപ്പം നമ്മൾ പരാതി കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഇതുവരെ എനിക്ക് മെസ്സേജ് വന്നിട്ടില്ല എനിക്കെതിരെ ഇങ്ങനെ വാറണ്ട് ഇട്ടിരിക്കുന്നു, അല്ല കുടുംബത്തിനെതിരെ ജാമ്യമില്ല വാറണ്ടാണ്, അറസ്റ്റ് ചെയ്യുന്നുള്ള സംഭവം. അപ്പോൾ ഈ ചാനലിൽ പലരും വന്നപ്പോൾ സുഹൃത്തുക്കൾ വിളിക്കുന്നു. പിന്നെ നമുക്ക് മാധ്യമങ്ങളിൽ നമുക്ക് സൗഹൃദം കിടക്കില്ലേ, അവർ വിളിച്ചു പറഞ്ഞു കൃഷ്ണകുമാർ ഇന്നതാണ് വകുപ്പ്, അതെന്താ ശനി ഞായറുമാണ്, നിങ്ങൾ അകത്താക്കും. ഞാൻ പറഞ്ഞു അകത്താവാൻ വിധിയുണ്ടെങ്കിൽ നമ്മൾ അകത്തായേ പറ്റും, അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഭയവും ഇല്ല. ഇപ്പോൾ അകത്ത് പോയി കിടക്കാൻ എത്ര പേര് കിടക്കുന്നു, നമ്മുടെ വിധി അതാണ്, പോയി കിടക്കും, അതിനും ബുദ്ധിമുട്ടില്ല. പക്ഷേ നമുക്കപ്പോൾ ചെയ്യാവുന്ന ഒറ്റ വഴിയുള്ളൂ, ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് നമ്മൾ സമീപിക്കുക. നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പരാതി കൊടുത്തിരിക്കുന്നു. അവിടെ നിന്ന് ഫോൺ വന്നിട്ടുണ്ട്. വളരെ വളരെ എനിക്ക് ആശ്വാസവും സന്തോഷവും പകരുന്ന തരത്തിലാണ് അവരുടെ ഒന്ന് സംസാരം ഉണ്ടായത്. ആ ഓഫീസിനോട് പൂർണ്ണമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. 69 ലക്ഷം എന്ന് പറയുമ്പോൾ വലിയ എമൗണ്ട് ആണല്ലോ, അത് എത്ര നാളുകൊണ്ടാണ് ഇത് എടുത്തത്? ഇത് 9 മാസത്തിനകത്ത് നടത്തിയിരിക്കുന്ന തിരിമറിയാണ്. ഇതിൽ തന്നെ നമുക്ക് തെളിവുള്ളതാണ് ഈ 69 ലക്ഷം. തെളിവില്ലാത്തത് ഞാൻ പറയുന്നില്ല, കാരണം ഞങ്ങളുടെ വീഡിയോ എവിഡൻസ് ഉണ്ട്. അവിടെ നിന്ന് ക്യാഷായിട്ട് വാങ്ങിച്ചിരിക്കുന്നതും സ്റ്റോക്ക് പോയിരിക്കുന്നതും ഇതൊന്നും നമ്മൾ പരാതി കൊടുത്തിട്ട് കാര്യം, കാരണം തെളിവില്ല. പക്ഷെ ഇപ്പോഴും ഒരു അന്യായം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായി തെറ്റ് ചെയ്തു തെളിവുണ്ടായിട്ടും തെറ്റ് ചെയ്തു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പരാതിപ്പെട്ട ഞങ്ങളെ ഹരാസ് ചെയ്യുന്ന നടപടി ഒരു ഉദ്യോഗസ്ഥൻ്റെ നിന്ന് വരുന്നു. അതാണ് അതെ. കാരണം അദ്ദേഹം ഇല്ല സംസാരിക്കാറില്ല. ഞാൻ പിന്നെ അങ്ങോട്ട് പോയി സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല അദ്ദേഹത്തോട്. അതിൻ്റെ കാരണം എന്തായിരിക്കും നമുക്കറിയാൻ പറ്റില്ല. ചിലപ്പോൾ ജീവിതത്തിൽ ചിലരോട് ഇഷ്ടം അല്ലെങ്കിൽ ചിലരോട് ദേഷ്യം വരും. അത് ചിലപ്പോൾ ഞാനൊരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പുള്ളിയുടെ രാഷ്ട്രീയ ഐഡിയോളജി വേറെ ആയിരിക്കാം. നമുക്കിപ്പോഴും പുള്ളിയുടെ ദേഷ്യമില്ല. അന്നും ഞാൻ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹം വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ മൊഴി കൊടുത്തിട്ട് ഞാൻ പോയി ഷേക്കാൻ കൊടുത്തു. കൃഷ്ണകുമാറിന്റെ പ്രതികരണമാണ് കേട്ടത്.